റാൻഡം ആയിട്ടൊരു ക്വസ്റ്റ്യൻ ചോദിക്കുകയാണ്. ഫേവറായിട്ട് അച്ഛനൊരു ദിവസം രാവിലെ എണീക്കുകയാണ്, പെട്ടെന്ന് എഴുന്നേറ്റു. അപ്പം അച്ഛനൊരു കോള് വരികയാണ്. പിന്നെ ഒന്ന് മെയിൽ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പറയാം. അപ്പോൾ മെയിൽ ചെക്ക് ചെയ്യുമ്പോൾ അച്ഛനതിൽ കാണുകയാണ് ഏതോ ഒരു രൂപതയുടെ ബിഷപ്പായിട്ട് വരണം എന്ന് പറഞ്ഞിട്ട് മെയിൽ വരിക. അപ്പം അച്ഛനത് കൈനീട്ടി സ്വീകരിക്കോ അതോ ബോധം കെട്ട് വീഴുവോ? എങ്ങനെയായിരിക്കും അതിനുള്ള? കൈനീട്ടി സ്വീകരിക്കുകയില്ല, ബോധം കെട്ട് വീഴുകയില്ല. ഇതൊരു രാത്രി കണ്ട സ്വപ്നത്തിന്റെ തുടർച്ചയാണ്. അപ്പൊ ഞാൻ എന്നെ തന്നെ ഒന്ന് ഉള്ളി എഴുന്നേക്ക്, ഇത് യാഥാർത്ഥ്യമല്ല എന്ന് പറയും. മറ്റേ ബോധം കെട്ട് വീഴാനും പോകുന്നില്ല, കൈനീട്ടി സ്വീകരിക്കാനും പോകുന്നില്ല. Varaprasada Media presents Loud Whispers, powerful stories told with humility. ഇന്ന് നമ്മോട് കൂടെയുള്ളത് 32 വർഷത്തെ പൗരോഹിത്യ ജീവിതം പിന്നിട്ട പ്രിയ വൈദികനാണ്. താൻ സേവനം ചെയ്ത ഓരോ ഇടവകയിലും തൻ്റെ സ്നേഹത്തോടെയുള്ള പുഞ്ചിരിയോടെ ഇടവക മക്കളെ നയിച്ച പ്രിയ വൈദികൻ. അച്ഛൻ ഒരു ബൈബിൾ പണ്ഡിതൻ കൂടിയാണ്. സ്നേഹബഹുമാനപ്പെട്ട ജോയി അച്ഛനെ ഞങ്ങളുടെ ലൗഡ് വിസ്പേഴ്സിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. താങ്ക് യു. ബഹുമാനപ്പെട്ട അച്ഛ, സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. തീർച്ചയായിട്ടും സുഖമായിരിക്കുന്നു. അച്ഛ, ഞങ്ങൾ ലൗഡ് വിസ്പേഴ്സിൻ്റെ ഈ ഒരു എപ്പിസോഡിൽ അച്ഛനോട് കുറച്ച് ബൈബിൾ എന്നുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കാനായിട്ട് ആഗ്രഹിക്കുന്നത്. അച്ഛൻ്റെ നല്ല നല്ല ഉത്തരങ്ങൾ ഞങ്ങൾക്ക് ഒരുപാട് അറിവുകൾ നൽകുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ലവ് നെവർ ഫെയിൽസ് എന്നാണ്, സ്നേഹം ഒരിക്കലും അവസാനിക്കുന്നില്ല. അപ്പോൾ ബൈബിൾ എന്താണ് പ്രണയത്തെയും ബന്ധങ്ങളെയും കുറിച്ച് നമ്മോട് പറയാൻ ആഗ്രഹിക്കുന്നത്? ബൈബിൾ എന്തായിരിക്കും നമ്മളോട് പറയാൻ ഉദ്ദേശിക്കുന്നത്? പ്രണയത്തെ കുറിച്ച് അല്ലേ? ഇപ്പോ യങ്സ്റ്റേഴ്സിനെല്ലാം അറിയാൻ ആഗ്രഹമുള്ളത് ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ആയിരിക്കും. അത് നല്ല കാര്യം. ഞാൻ ഈ കാലഘട്ടത്തിലെ യങ്സ്റ്റർ അല്ലാത്തത് കൊണ്ട് ഞാൻ അതിനെക്കുറിച്ച് എന്ത് പറയും എന്നുള്ളതിനെക്കുറിച്ച്, ഏതായാലും പ്രണയത്തെക്കുറിച്ച് ബൈബിൾ എന്ത് പറയുന്നുള്ളൊരു ചോദ്യം വളരെ ഇൻട്രസ്റ്റിംഗ് ആണ്. നമ്മളൊരു കാര്യം പ്രത്യേകമായിട്ട് മനസ്സിലാക്കേണ്ടത്, ബൈബിൾ എഴുതപ്പെട്ട സാമൂഹ്യ സാംസ്കാരിക പശ്ചാത്തലം ഇന്നത്തെ സാമൂഹ്യ സാംസ്കാരിക പശ്ചാത്തലത്തിൽ നിന്നും വളരെ വ്യത്യസ്തമാണ്. മനുഷ്യരാണ്, മനുഷ്യവികാരങ്ങളൊക്കെ ഒന്ന് തന്നെയാണ്, പക്ഷേ സാംസ്കാരിക സാമുദായിക പശ്ചാത്തലം വളരെ വ്യത്യാസമാണ്. അപ്പോൾ ഇപ്പോൾ ഇന്നത്തെ കാലത്ത് യങ്സ്റ്റേഴ്സ് പ്രണയം എന്ന് പറയുമ്പോൾ, അല്ലെങ്കിൽ പ്രണയബന്ധം എന്ന് പറയുമ്പോൾ വിവാഹത്തിൻ്റെ മുൻപുള്ള അല്ലെങ്കിൽ വിവാഹത്തിലേക്ക് അത് എത്തിച്ചേരുമായിരിക്കും, പക്ഷേ വിവാഹവുമായിട്ട് ബന്ധപ്പെടുത്താത്ത ഒരു പ്രണയത്തെക്കുറിച്ചാണ് സാധാരണഗതിയിൽ പ്രണയം എന്ന് കേൾക്കുമ്പോൾ നമുക്ക് വരും. അത്തരത്തിൽ വിവാഹിതരല്ലാത്തൊരു യുവാവും യുവതിയുടെ പ്രണയം എന്നുള്ളത് ബൈബിൾ എഴുതപ്പെട്ട കാലഘട്ടത്തിലെ സാമൂഹ്യ സാംസ്കാരിക പശ്ചാത്തലത്തിൽ അവർക്ക് മനസ്സിലാക്കാനോ ഉൾക്കൊള്ളാനോ അംഗീകരിക്കാനോ പറ്റാത്തൊരു കാര്യമായിരുന്നു. അതുകൊണ്ട് വിവാഹത്തിന് അപ്പുറമുള്ളൊരു പ്രണയബന്ധത്തെക്കുറിച്ച് കാര്യമായിട്ട് ബൈബിളിന് പറയാൻ പറ്റില്ല. കാരണം അന്നത്തെ സാംസ്കാരിക സാമുദായിക പശ്ചാത്തലം അതല്ല. പക്ഷേ പ്രണയത്തെക്കുറിച്ച് ബൈബിൾ പറയുന്നുണ്ട് ധാരാളം. പക്ഷെ പ്രണയത്തെക്കുറിച്ച് ബൈബിൾ പറയുന്നതൊക്കെ വിവാഹവുമായിട്ട് ബന്ധപ്പെടുത്തിക്കൊണ്ടുള്ള പ്രണയമാണ്. വിവാഹത്തിലേക്ക് നയിക്കുന്ന പ്രണയം, വിവാഹത്തിനകത്തുള്ള പ്രണയം. ഇപ്പോൾ വിവാഹിതരുടെ ഇടയിലുള്ള പ്രണയത്തെക്കുറിച്ചാണ് ബൈബിൾ പറയുന്നത്. അങ്ങനെ നോക്കുകയാണെങ്കിൽ ബൈബിൾ പ്രണയത്തെക്കുറിച്ച് പറയുന്നുണ്ട്. ഏറ്റവും മനോഹരമായ പ്രേമകാവ്യം എന്ന് നമുക്ക് പറയാവുന്നത് ഉൽപ്പത്തി പുസ്തകം 2-ാം അധ്യായം 23-ാം വാക്യമാണ്. എൻ്റെ അസ്ഥിയുടെ അസ്ഥിയും എൻ്റെ മാംസത്തിൻ്റെ മാംസമെന്ന്. അതിനേക്കാളും വലിയൊരു പ്രണയബന്ധം ഉണ്ടാകാനില്ല. ഒരു മനുഷ്യൻ ഒരു പെൺകുട്ടിയെ നോക്കിക്കൊണ്ട് എൻ്റെ അസ്ഥിയുടെ അസ്ഥിയും, ഈ അസ്ഥിക്ക് പിടിച്ച പ്രണയം എന്നൊക്കെ നമ്മൾ പറയുന്നത്. അപ്പോൾ അത് ബൈബിളിൽ അത് ഉണ്ടെന്നുള്ളത് വളരെ വ്യക്തമാണ്. പിന്നെ യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം നോക്കിയാൽ പ്രണയാതുരനായിട്ട് ഭർത്താവ് പിന്നാലെ ഭാര്യയുടെ പിന്നാലെ പോകുന്ന പ്രണയാതുരനായൊരു ഭർത്താവിനെ, കാമുകനെ അല്ല കേട്ടോ, ഭാര്യ പലപ്പോഴും അകന്നു പോകുമ്പോഴും പ്രണയാതുരനായിട്ട് ഭാര്യയുടെ പിന്നാലെ വീണ്ടും പോകുന്ന ഒരു ഭർത്താവിനെയാണ് യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകത്തിൽ നമ്മൾ കാണുന്നത്. ദൈവത്തിൻ്റെ പ്രതീകമാണത്. പക്ഷേ ഈ ഒരു പ്രണയ ബ്രേക്കപ്പൊക്കെ ആയിട്ട് പോയിട്ട് പോലും ഇവൻ വിട്ടുകൊടുക്കുന്നില്ല. ഇവൻ പിന്നാലെ പോവുകയാണ് അത് പിന്നീട് ആവർത്തിക്കാനായിട്ട്. അപ്പം അങ്ങനെയൊക്കെ ഉണ്ട്. പിന്നെ ഏറ്റവും വലിയ ഉദാഹരണം ഉത്തമഗീതമാണ്. പ്രണയ ബന്ധത്തെക്കുറിച്ച് ഉത്തമഗീതത്തെ പോലെ മനോഹരമായിട്ട് പറയുന്ന വേറൊരു കാവ്യം ക്ലാസിക്കൽ ലിറ്ററേച്ചറിൽ നമുക്ക് ഇല്ല എന്ന് തന്നെ പറയാം. അപ്പോൾ പ്രണയത്തെക്കുറിച്ച് പറയുന്നുണ്ട്, ബൈബിൾ വളരെ മനോഹരമായിട്ട് അവതരിപ്പിക്കുന്നുണ്ട്. പക്ഷേ നമ്മൾ ഇന്ന് കാണുന്ന ആ ഒരു പ്രണയബന്ധത്തെക്കാൾ ഉപരിയായിട്ട് വിവാഹവുമായിട്ട് ബന്ധപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു പ്രണയബന്ധം. ഉത്തമഗീതം പറഞ്ഞപ്പോഴാണ് എനിക്കൊരു പാട്ട് ഓർമ്മ വരികയാണ്. 2019 അങ്ങനെ റിലീസായ ഒരു ഫിലിമുണ്ട്, ഒരു അഡാർ ലവ് എന്ന് പറഞ്ഞിട്ട്.
അപ്പൊ അതിനകത്തൊരു പാട്ടുണ്ട് തനനന പെണ്ണേന്ന് പറഞ്ഞിട്ട്. അപ്പൊ ഇതിന് ഈ പാട്ടിന്റെ സ്റ്റാൻസയിൽ വരുന്നൊരു വരിയാണ്, പ്രിയ ശലമോന്റെ ഗീതം പോലെ എന്റെ ഇടനെഞ്ചും മൂളുന്നുണ്ട്. അപ്പൊ ശലമോൻ എന്ന് പറയുന്നത് സോങ് ഓഫ് സോളമൻസ്, അച്ഛൻ ഇപ്പൊ പറഞ്ഞ ഉത്തമഗീതം. ഉത്തമഗീതത്തിൽ ഒരുപാട് സൗന്ദര്യ വർണ്ണനകളുണ്ട്. അപ്പൊ എന്തുകൊണ്ടായിരിക്കും ബൈബിളിൽ ഇത്രയും സൗന്ദര്യ വർണ്ണനകളും ഉള്ളത്? പിന്നെ എന്തുകൊണ്ടായിരിക്കും ഇത്രയും റൊമാൻറ്റിക് ആയിട്ടുള്ള, അതിൽ ഭയങ്കര റൊമാൻറ്റിക് ആയിട്ടാണ് ഓരോ ഭാഷകളും ഉപയോഗിച്ചിട്ടുള്ളത്, എന്തുകൊണ്ടായിരിക്കും? ഉത്തമഗീതം പിന്നെ കാതറിൻ പറഞ്ഞ പോലെ കറക്റ്റാണ്. ഇത്ര മനോഹരമായിട്ടുള്ളൊരു പ്രേമഗീതം നമുക്ക് വേറെ കിട്ടാൻ പ്രയാസമാണ്. പക്ഷേ ഉത്തമഗീതത്തിൻ്റെ ഒരു കോൺസെപ്റ്റ് എന്ന് പറയുന്നത്, സോളമൻ രാജാവ് എഴുതിയെന്ന് കരുതപ്പെടുന്ന ആ ഒരു പുസ്തകം ദൈവ മനുഷ്യ ബന്ധത്തെയാണ്, ഇസ്രായേലും ദൈവവുമായിട്ടുള്ള ബന്ധം. ഇന്നിപ്പം ദൈവവും മനുഷ്യനുമായിട്ടുള്ളൊരു ബന്ധത്തെ ഒരു പ്രണയ കാവ്യം പോലെ അവതരിപ്പിക്കുന്നതാണ്. സോ ദ ഇൻറ്റൻസിറ്റി, ഒരു പാഷനേറ്റ് ലവ് ഉണ്ടാകണം. വെറുതെ ഒരു വിശ്വാസിക്ക് ദൈവത്തോടുണ്ടാകേണ്ടത് ഒരു വികാരങ്ങളില്ലാത്ത ഒരു സ്നേഹമല്ല, ഒരു നിഷ്കാമ കർമ്മം എന്നൊക്കെ പറയുന്നത് പോലുള്ളൊരു സ്നേഹമല്ല. ദൈവത്തോട് നമുക്ക് ശരിക്കും ഒരു പാഷനേറ്റ്, വികാര തീവ്രമായ ബന്ധം ഉണ്ടായിരിക്കണം. ദൈവത്തിന് നമ്മളോടുള്ളത് അങ്ങനെ തന്നെയാണ്, ഒരു വികാര തീവ്രമായ പാഷനേറ്റ് ലവാണ്. അപ്പോൾ ദൈവ മനുഷ്യ ബന്ധത്തിൻ്റെ ഈ ഒരു വികാര തീവ്രത മറ്റ് പുസ്തകങ്ങൾ അത് അത്ര കൃത്യമായിട്ട് പറയുന്നില്ല. പക്ഷേ ഈ ഉത്തമഗീത പുസ്തകങ്ങൾ അതാണ് അവതരിപ്പിക്കുന്നത്. അതിന് ഉപയോഗിച്ചിരിക്കുന്ന പ്രതീകം എന്ന് പറയുന്നത് കാമുകന്മാരുടെയാണ്. അപ്പോൾ കാമുകൻ കാമുകിയുടെ സൗന്ദര്യത്തെ വർണ്ണിക്കുന്നു, കാമുകിക്ക് എത്രമാത്രം കാമുകന് താല്പര്യമുണ്ട്, കാമുകി കാമുകൻ്റെ സൗന്ദര്യത്തെ വർണ്ണിക്കുന്നു. അപ്പോൾ ദൈവ മനുഷ്യ ബന്ധത്തിലെ ആ വികാര തീവ്രത എടുത്തു കാണിക്കാൻ വേണ്ടിയിട്ടാണ്. പിന്നെ കാതറിൻ ചോദിച്ചു എന്തുകൊണ്ടാണ് ഇങ്ങനെയൊരു സൗന്ദര്യ വിവരണം ഉണ്ടാകുന്നത്. നമ്മൾ ഉത്തമഗീതം പഠിക്കുന്ന സമയത്ത് ഈ ഹെബ്രായ ഭാഷയിൽ ഇങ്ങനെയുള്ള കാവ്യങ്ങളൊക്കെ ചെയ്ത സമയത്ത് അവരുപയോഗിച്ചിരുന്ന ഒരു ആലങ്കാരിക രീതിയാണ് വാസ്ഫ് എന്ന് പറയുന്നത്, WASF, വാസ്ഫ് എന്ന് പറയുന്നൊരു രചനാ ശൈലി. അതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് മനുഷ്യ ശരീരത്തെ ഒന്നില്ലെങ്കിൽ പൂന്തോട്ടം, അതല്ലെങ്കിൽ ഈ ഓറഞ്ച് തോട്ടം, അതല്ലെങ്കിൽ ഫലവർഗ്ഗങ്ങളുടെ തോട്ടം, ഇനി അതുമല്ലെങ്കിൽ വലിയ വലിയ കെട്ടിടങ്ങൾ, ഗോപുരം, മതിൽ, അങ്ങനെയുള്ള കാര്യങ്ങളോട് മനുഷ്യ ശരീരത്തെ ഉപമിച്ചുകൊണ്ട് ഉള്ള ഒരു കാവ്യം. അപ്പോൾ ഉത്തമഗീതത്തിൽ കാണുന്നത് അതാണ്. നിൻ്റെ മുടി പിന്നെ ആട്ടിൻ കൂട്ടങ്ങൾ പോലെ, അതായത് കൃഷിയുമായിട്ട് ബന്ധപ്പെട്ട ഇമേജസ് മനുഷ്യ ശരീരം. നിൻ്റെ ശിരസ് സോളമൻ്റെ ഗോപുരം പോലെ, ശിരസല്ല കഴുത്ത്, സോളം, അതൊക്കെ അന്നത്തെ കാലത്തെ ഒരു സൗന്ദര്യത്തിൻ്റെ സങ്കല്പമാണ് ഉയർന്ന കഴുത്തുണ്ടാകുക എന്നുള്ളത്. നിൻ്റെ കവിളുകൾ പിന്നെ പൊമഗ്രാനൈറ്റ്സ് പോലെ ഇരിക്കുന്നു, മാതള നാരങ്ങ പോലെ. അപ്പം അതൊരു വാസ്ഫ് എന്ന ആ ഒരു ഒരു ശൈലിയിൽ, അലങ്കാരിക ശൈലി ഈ ഉത്തമഗീതത്തിൽ ധാരാളം ഉപയോഗിക്കുന്നുണ്ട് ആ ഒരു രീതിയിൽ. പക്ഷേ അപ്പം അത് നമ്മൾക്കതിനൊരു ഇടർച്ചയുണ്ടാകേണ്ട കാര്യമില്ല. ദൈവ മനുഷ്യ ബന്ധത്തെ പ്രതീകാത്മകമായിട്ട് പ്രണയിനിമാരുടെ ബന്ധത്തെ അല്ലെങ്കിൽ കാമുകന്മാരുടെ ബന്ധവുമായിട്ട് താരതമ്യപ്പെടുത്തിക്കൊണ്ട് ഉപയോഗിച്ചിരിക്കുന്നു. അത്ര തീവ്രത നമുക്കുണ്ടാകണം എന്ന് പറയുന്ന ഒരു ഗാനമാണ്. അച്ഛനിപ്പോൾ ഉത്തമഗീതത്തിലെ പ്രണയത്തെക്കുറിച്ച് ഒരുപാട് പറഞ്ഞു. അപ്പോൾ എനിക്ക് ചോദിക്കാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ 2026 പ്രണയം, അതായത് ഇത്രയും വർഷത്തെ പൗരോഹിത്യ ജീവിതത്തിൽ അച്ഛൻ കണ്ടിട്ടുള്ളതിൽ എന്താണ് ഇപ്പോഴത്തെ പ്രണയത്തെക്കുറിച്ചുള്ള അച്ഛൻ്റെ അഭിപ്രായം? എന്തൊക്കെ നന്മകളാണ് അതിലുള്ളത്, അല്ലെങ്കിൽ നന്മകൾ എങ്ങനെയാണ് വരുത്താനുള്ളത്, എന്തൊക്കെ പോരായ്മകളുണ്ട്? പ്രണയത്തെ ഞാൻ ഏത് കാലത്തും, ഇപ്പോൾ 2026 മാത്രമല്ല, ഞാൻ ചെറുതായിരുന്ന സമയത്തും പ്രണയത്തെ ഞാൻ എപ്പോഴും പോസിറ്റീവായിട്ടാണ് കണ്ടിട്ടുള്ളത്. അതുകൊണ്ട് പ്രശ്നങ്ങളുണ്ട്, ഇല്ലെന്നല്ല, അതിലേക്ക് നമുക്ക് വരാം. പ്രണയം അതിൽ തന്നെ നല്ലതാണ്. ഒരു മനുഷ്യന് ജീവിതത്തിലുണ്ടാകാവുന്ന ഏറ്റവും സുന്ദരമായ അനുഭവങ്ങളിലൊന്ന് പ്രണയാനുഭവമാണ്. വ്യക്തിപരമായിട്ട് എനിക്ക് അതുണ്ടായിട്ടില്ല, ഞാനത് ബ്രഹ്മചരി എന്നുള്ള ജീവിതം കൊണ്ട് മാറ്റി വെച്ചതാണെങ്കിൽ പോലും എനിക്കറിയാം, എൻ്റെ സുഹൃത്തുക്കളിൽ നിന്നും ഒക്കെ അറിയാവുന്നതാണ്. അതുകൊണ്ട് പ്രണയം അതിൽ തന്നെ നല്ലതാണ്, കുഴപ്പമൊന്നുമില്ല. പക്ഷേ നമ്മുടെ ഒരു സൊസൈറ്റിയുടെ ഒരു പ്രശ്നമെന്ന് പറയുന്നത്, ആ കാര്യത്തിൽ എന്നെ തെറ്റിദ്ധരിക്കരുത്, നമ്മൾ യൂറോപ്പിലെ പ്രണയത്തെയും നമ്മുടെ സൊസൈറ്റിയിലെ പ്രണയത്തെയും ഞാൻ വേർതിരിച്ച് കാണും. കുറച്ചു കാലം പഠിക്കാനൊക്കെ പോയ സമയത്ത് യൂറോപ്പിലെ കുറച്ച് ഇടവകളിലൊക്കെ ഇരുന്നപ്പോൾ ഞാൻ കണ്ടത്, അവിടെ ഒരു ആൺകുട്ടിക്കോ പെൺകുട്ടിക്കോ പ്രണയമുണ്ടായത് സൊസൈറ്റി അംഗീകരിക്കുന്നതാണ്. ഒരു പ്രണയമുണ്ടായാൽ ആ പ്രണയമാണ് അവരെ നന്നാക്കുന്നത്. പ്രണയമായി കഴിഞ്ഞാൽ പിന്നെ അവർക്ക് ഭാവിയെക്കുറിച്ച് പദ്ധതികൾ തുടങ്ങും. ഞങ്ങളുടെ വിവാഹമാകണം, അപ്പോൾ അവർ കൂടുതൽ നന്നായിട്ട് പഠിക്കാൻ തുടങ്ങും, കൂടുതൽ അവർ ജോലി ചെയ്യാൻ തുടങ്ങും, ജീവിതത്തിലൊരു ഡിസിപ്ലിൻ വരും, ജീവിതത്തിലൊരു ലക്ഷ്യം വരും. അപ്പോൾ അവർ
അപ്പോൾ അതുകൊണ്ട് ഒന്നിച്ച് അവർ തീരുമാനിക്കും, അവർ പ്ലാൻ ചെയ്യുന്നുണ്ട്. മാതാപിതാക്കൾക്ക് അതുകൊണ്ട് അവിടുത്തെ കാലത്ത് ഞാൻ കണ്ടിട്ടുള്ളത് കുട്ടികൾ പ്രണയത്തിലായി കഴിയുമ്പോൾ അവർക്ക് സന്തോഷമാണ്. കാരണം പിന്നെ മാതാപിതാക്കളെ അവരെ നിയന്ത്രിക്കേണ്ട, അവർ പരസ്പരം നിയന്ത്രിച്ചോളും. അവർക്ക് ജീവിതത്തിൽ ഒരു ലക്ഷ്യമായി, ഡിസിപ്ലിനായി. നമ്മുടെ സൊസൈറ്റിയിൽ ചില സമയത്ത് പലപ്പോഴും നമ്മൾ കാണുന്നത് പ്രണയമുണ്ടെങ്കിൽ അത് അപകടമായി മാറുന്നു. കാരണം കുട്ടികൾക്ക് പിന്നെ ജീവിതത്തിലെ ലക്ഷ്യം നഷ്ടമാകുന്നു, അവർ പഠിക്കാനുള്ള താല്പര്യമില്ലാതെയാകുന്നു. പിന്നെ ഇവർ ഏതോ ഒരു സ്വപ്നലോകത്തായിട്ട് മാറുന്നു, യാഥാർത്ഥ്യവുമായിട്ട് ബന്ധമില്ലാത്തൊരു ജീവിതത്തിലേക്ക് പോകുന്നു. അങ്ങനെ വരുന്ന സമയത്ത് അവരുടെ ജീവിതത്തിൽ അത് സഹായിക്കുന്നില്ല, അവരുടെ ജീവിതത്തിൽ അതൊരു ബാധ്യതയായിട്ട് മാറുന്നു. അങ്ങനെയാണ് പിന്നീട് ഈ പ്രണയം പിന്നെ വിട്ട് പോയി കഴിയുമ്പോൾ അവർക്ക് പ്രണയവുമില്ല, ജീവിതവുമില്ല. അവർ ആ പ്രണയത്തിന് വേണ്ടിയിട്ട് അവരവരുടെ ജീവിതത്തെ കളഞ്ഞു, പഠിച്ചില്ല, ജോലി എഴുതിയില്ല, പിന്നെ അവർക്ക് അതുമില്ല, ബ്രേക്കപ്പായി കഴിയുമ്പോൾ അതുമില്ല, ഇതുമില്ലാത്ത. അച്ഛനിപ്പോൾ പറഞ്ഞു യൂറോപ്പിലെ പ്രണയം വളരെ നല്ലതാണ് എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ നമ്മുടെ നാട്ടിലിപ്പോൾ ഒരുപാട് വിവാഹങ്ങളൊക്കെ നടക്കാതെ വരുന്നുണ്ട്. അപ്പോൾ അതൊരു സോഷ്യൽ പ്രശ്നമാണ്. അപ്പോൾ ഇതിൽ ഇപ്പോൾ വിവാഹം നടക്കാത്തവരോട് പാരൻസ് പറയാണ് എനിക്കൊക്കെ നല്ല കാലത്തിൽ പ്രണയിച്ച് നടന്നുകൂടെ എന്നുള്ളത്. അപ്പോൾ ഈ ഒരു പ്രശ്നത്തെ നമ്മൾ എങ്ങനെ കൂട്ടി വായിക്കാൻ പറ്റും അച്ഛാ? ഈ പ്രശ്നത്തെ നമ്മൾ എങ്ങനെ കൂട്ടി വായിക്കും? ഒന്നാമത്തെ കാര്യം, യൂറോപ്പിലെ പ്രണയം അതിൽ തന്നെ എല്ലാം നല്ലതാണെന്നല്ല ഞാൻ പറഞ്ഞത്. ലിവിങ് ടുഗദർ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ധാർമ്മിക പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. പക്ഷേ ഞാൻ അതിൻ്റെ ഒരു നല്ല വശം മാത്രമേ എടുത്ത് കാണിച്ചത്. അതിൻ്റെ നെഗറ്റീവ്സ് ഉണ്ട്, അത് നമ്മൾ അതിനെക്കുറിച്ച് പറഞ്ഞില്ല. അതിലൊരു നല്ല വശമുണ്ടെന്നുള്ളത് പറഞ്ഞതാണ്. പിന്നെ നമ്മുടെ ഇന്നത്തെ കാലത്തുള്ള പ്രണയം, മാതാപിതാക്കൾ ഒരു കാലത്ത് പ്രണയിക്കുന്നവരൊക്കെ നിരുത്സാഹപ്പെടുത്താറുണ്ട്, സമ്മതിക്കാറില്ല. അതിനൊരു കാരണം ഞാൻ നേരത്തെ പറഞ്ഞതുമായിട്ട് ബന്ധപ്പെട്ടതാണ്. നമ്മുടെ നാട്ടിലെ പലപ്പോഴും പ്രണയത്തിൽപ്പെട്ടവർക്ക് പിന്നെ ഭാവി ഇല്ലാതെയാകുന്നു, അവർ പിന്നെ ജീവിതത്തിൽ വളർന്നു വരുന്നില്ല. അങ്ങനെ ഒരു മുൻ അനുഭവം ഉള്ളത് കൊണ്ടാണ്, അല്ലെങ്കിൽ അവരങ്ങനെ കാണുന്നത് കൊണ്ടാണ് ഒരു കാലത്ത് പ്രണയത്തെ പലപ്പോഴും മാതാപിതാക്കൾ നിരുത്സാഹപ്പെടുത്തിയിരുന്നത്. ഇന്നിപ്പോൾ വിവാഹം കഴിക്കാൻ പറ്റാത്തൊരവസ്ഥ വരുന്ന സമയത്ത് അവർ തമാശയ്ക്കെങ്കിലും ചോദിക്കുന്നു, നിനക്ക് നല്ല കാലത്ത് പ്രണയിച്ചുകൂടായിരുന്നു. അപ്പോൾ ഈ ഒരു പശ്ചാത്തലത്തിൽ എൻ്റെ ഒരു സമീപനം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ പ്രണയത്തെ ഒരു കാലത്ത് നിരുത്സാഹപ്പെടുത്തിയിട്ടില്ല. പക്ഷേ ഞാൻ പറഞ്ഞിട്ടുണ്ട് പലരോടും, വിവേകത്തോടുകൂടെ പ്രണയിക്കണം. ഇപ്പം യൂറോപ്പിൻ്റെ കാര്യം ഞാൻ പറഞ്ഞതുകൊണ്ട് അതിലേക്ക് വരികയാണ്. അവർ ചാടിക്കേറി ഫസ്റ്റ് ലവ് ഈസ് വെരി റെയർ ദെയർ. ആദ്യ കാഴ്ചയിൽ ഒരാളെ പ്രണയത്തിലാകുന്നു എന്നുള്ളത് വളരെ റെയറാണ് അവിടെ. അവർ പ്രണയബന്ധത്തിലേക്ക് വരുന്നത് കുറച്ചു കാലം പരിചയപ്പെട്ട് ഈ വ്യക്തിയും ഞാനും തമ്മിൽ യോജിച്ചു പോകുമോ എന്നുള്ളൊരു സൈക്കോളജിക്കൽ, സോഷ്യൽ, കൾച്ചറൽ ഈ കാര്യങ്ങളൊക്കെ അനലൈസ് ചെയ്തതിന് ശേഷമാണ് അവരൊരു പ്രണയത്തിലേക്ക് എത്തുന്നത്. നമ്മുടെ ഇവിടെ പലപ്പോഴും സംഭവിക്കുന്നത് ചിന്തയില്ലാതെ, വിവേകമില്ലാതെ, ലവ് അറ്റ് ഫസ്റ്റ് സൈറ്റിൽ, അത് അപകടങ്ങളുണ്ടാക്കും. പ്രണയം നല്ലതാണ്, പക്ഷെ അത് കുറേയും കൂടി വിവേകത്തോടുകൂടെ സമൂഹത്തിൻ്റെ മൂല്യങ്ങൾ മനസ്സിലാക്കി, കുടുംബത്തെ മനസ്സിലാക്കി, പരസ്പരം മനസ്സിലാക്കി പക്വതയോടുകൂടെ പ്രണയത്തിലേക്ക് പ്രവേശിക്കണം. പക്വതയോടുകൂടെ പ്രണയത്തിലേക്ക് പ്രവേശിക്കുകയാണെങ്കിൽ അത് എനിക്ക് തോന്നുന്നു നല്ലതാണ്. കാരണം വിവാഹത്തിലേക്ക് വരുന്നതിന് മുമ്പ് ആളുകൾ പരസ്പരം അറിയുന്നു. ലിവിങ് ടുഗദറിനെ അല്ല ഞാൻ പ്രോത്സാഹിപ്പിക്കുന്നത്, പക്ഷെ ആളുകൾ പരസ്പരം അറിഞ്ഞ്. അപ്പോൾ ഇവിടെ ഉള്ളവർ ഇനിയിപ്പം ലവ് ചെയ്യുന്നുണ്ടെങ്കിൽ തന്നെ അവര് ലക്ഷ്യബോധത്തോടെ നിന്ന് കഴിഞ്ഞാൽ പ്രണയിക്കാം എന്നുള്ളതാണ്. അപ്പം അതിൽ പക്വത എന്ന് പറയുമ്പോൾ നമ്മൾ സമൂഹത്തിന്റെ മൂല്യങ്ങൾ നോക്കണം. ഇപ്പം യൂറോപ്പിലെ മൂല്യങ്ങളല്ല നമുക്ക്. അപ്പം നമ്മൾ സംസ്കാരം നോക്കണം, നമ്മുടെ കുടുംബം നോക്കണം, നമ്മുടെ വിശ്വാസങ്ങൾ നോക്കണം, നമ്മുടെ ജീവിത ലക്ഷ്യങ്ങൾ നോക്കണം. ഇതെല്ലാം മനസ്സിലാക്കിക്കൊണ്ട് വിവേകത്തോടു കൂടിയുള്ള പ്രണയമാണെങ്കിൽ അത് വലിയ പ്രശ്നമില്ലെന്നാണ് എനിക്ക് എൻ്റെ ഒരു വ്യക്തിപരമായ അഭിപ്രായം. അച്ഛാ, ലാസ്റ്റ് ആയിട്ട് ഒരു റാൻഡം ആയിട്ടൊരു ക്വസ്റ്റ്യൻ ചോദിക്കുകയാണ്. ഫേവറായിട്ട് അച്ഛന് ഒരു ദിവസം രാവിലെ എണീക്കുകയാണ്, പെട്ടെന്ന് എഴുന്നേറ്റു, അച്ഛനൊരു കോള് വരികയാണ്. പിന്നെ ഒന്ന് മെയിൽ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പറയാം. അപ്പോൾ മെയിൽ ചെക്ക് ചെയ്യുമ്പോൾ അച്ഛനതിൽ കാണുകയാണ് ഏതോ ഒരു രൂപതയുടെ ബിഷപ്പായിട്ട് വരണം എന്ന് പറഞ്ഞിട്ട് മെയിൽ വരിക. അപ്പൊ അച്ഛനത് കൈനീട്ടി സ്വീകരിക്കോ അതോ ബോധം കെട്ട് വീഴുവോ? എങ്ങനെയായിരിക്കും അതിനുള്ള? കൈനീട്ടി സ്വീകരിക്കുകയില്ല, ബോധം കെട്ട് വീഴുകയില്ല. ഇതൊരു രാത്രി കണ്ട സ്വപ്നത്തിന്റെ തുടർച്ചയാണ്. അപ്പൊ ഞാൻ എന്നെ തന്നെ ഒന്ന് ഉള്ളി എഴുന്നേക്ക്, ഇത് യാഥാർത്ഥ്യമല്ല എന്ന് പറയും. മറ്റേ ബോധം കെട്ട് വീഴാനും പോകുന്നില്ല, കൈനീട്ടി സ്വീകരിക്കാനും പോകുന്നില്ല. താങ്ക് യു. Varaprasada Media presents Loud Whispers, powerful stories told with humility.